പറഞ്ഞോളൂ. നമസ്കാരം ഗുരുജി. കൊറേ പറയാനുണ്ട്, അത് കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു കേട്ടോ. തുടർച്ചയായിട്ട് അനുഭവങ്ങള്, ആളുകള്, ലോകം അറിയേണ്ടതും ലോകത്തിന് ഒരു അനുഭവം കിട്ടുന്നതും ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞോളൂ. എങ്ങനെ തുടങ്ങുന്നറിയില്ല. ഒരുപാട് എങ്ങനെ പറയണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത്ര അധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടുന്നാ തുടക്കം ഇതിന്റെയൊക്കെ? തുടക്കം വീട്ടിൽ നിന്നാ, ചെറുതിലെന്നെ. ചെറുതില് പറയുമ്പോ അച്ഛൻ എന്റെ ചെറുതില് മരിച്ചേ. 7 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. അതിന് മുന്നേ തന്നെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു അമ്മ. അനുഭവം ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചോറ് കൊടുക്കാൻ കൊണ്ടുപോകത്രേ എന്നെ ഫസ്റ്റ് ഉണ്ടായിട്ട്. ചോറ് കൊടുക്കാൻ കൊണ്ടുപോയപ്പോ ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഇങ്ങനെ ഭഗവാനെ ഈ കുട്ടീന് ചോറ് കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യ, വിഷമിച്ച് ഇരിക്കുമ്പോണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവര് മുന്നിൽ പൈസ കിടക്കണമെന്ന്. അപ്പൊ അവിടുന്ന് തൊട്ട് ഒരു പ്രത്യേകമായിട്ട് ഓരോ കാര്യത്തിലും ഒരു അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് ഫുള്ളായിട്ടൊന്നും അന്ന് പറഞ്ഞില്ല, പക്ഷെ എനിക്ക് ഓർമ്മ വെച്ചിട്ടുള്ളത് പ്രസവത്തിന് മുമ്പ് ഗർഭത്തിലായിരിക്കുന്ന സമയത്തോ ആ സമയത്ത് വല്ല എന്തെങ്കിലും ഇതുപോലെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അനുഭവം അമ്മയ്ക്ക്? അമ്മയ്ക്ക് അനുഭവം അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ 1 വയസ്സ് 2 വയസ്സ് തൊട്ട് എനിക്ക് 2 വയസ്സിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ട്. എന്താണ് ഇങ്ങനെയുള്ള ആത്മീയാനുഭവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ? അത് താഴെക്കുട്ടിനെ പ്രസവിക്കുന്ന അപ്പോഴുള്ള ആ രീതി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എല്ലാതും അന്നത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്. പിന്നെ ശരിക്കും എനിക്ക് ശരിയായ ഒരു എന്റെ അനുഭവത്തില് മറ്റേത് ചെറുതില് കാട്ടിലേക്ക് അവരൊക്കെ ഒപ്പം വിറകിന് പോവാ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് വിറക് കിട്ടാറില്ലേ, ചെറുതല്ല, ഉയരമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിക്കും, എല്ലാവർക്കും വിറകൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ ചെറുതുമല്ല, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ച് മനസ്സിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും കാണാം മുന്നില് തൊട്ടടുത്ത് ഈ വഴിക്ക് പോയിക്കോളോ, അപ്പൊ അവിടെ വിറകുണ്ട്, അങ്ങനെ തോന്നും. പോയിക്കോളോന്നല്ല, ഈ വഴിക്ക് പോവാ തോന്നും. അത് തോന്നിക്കഴിഞ്ഞ വിറക് അങ്ങനെ ഒട്ടനവധി ചെറുതിലുള്ള അനുഭവങ്ങൾ. അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ അനുഭവം എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ്. 9 വയസ്സുള്ളപ്പോ അമ്മ കരയുക. അമ്മ അടുക്കളയിട്ട് കരയാണ്, ദൈവം പൊട്ടക്കണ്ണനാണ്, ദൈവത്തിന് കണ്ണ് കാണില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ദൈവത്തിന് കുറ്റം പറയാൻ പാടില്ല പറഞ്ഞു. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. പാടില്ല, അത്രേ അറിയുള്ളൂ, പാടില്ല. അപ്പൊ വീണ്ടും അമ്മ ചോദിച്ചു അതെന്താ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ കുറ്റം പറയണ്ട, ഞാൻ ഇനിയും പറയും, കാരണം ചെറുതിലെ അച്ഛൻ മരിച്ചു, 4 മക്കളെ വളർത്തിണ്ടാക്കണം, ഞാൻ രണ്ടാമത്താണ്. അപ്പൊ പൈസ ഇല്ല. അപ്പൊ പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ നന്നായിട്ട് ഭഗവാനോട് പറയൂ, പൈസ തരുമെന്ന് പറഞ്ഞു. ഇത്രേ അറിയുള്ളൂ, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടുന്ന് അധികം ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ മുന്നേ തന്നെ എന്നും വീട്ടില് 25 പൈസ വീഴും. ചെറുതില് 25 പൈസ എന്നും വീട്ടില് ഉമ്മർക്ക് നന്നായി തുടച്ചിട്ട് നേരെ വിളിച്ചാൽ പോയും അമ്മയ്ക്ക് 25 പൈസ കിട്ടും. അപ്പൊ പിന്നെ കുറെ തമാശകൾ അമ്മ പറയും, ഇത്ര കിട്ടുന്ന ഒരുപാട് തോനെ കിട്ടുന്ന അങ്ങനെയൊക്കെ പറയും കേട്ടാ. പക്ഷെ അതൊന്നും ഞാൻ വക വയ്ക്കാറില്ല. പക്ഷെ ഈ പൈസ പോയിട്ട് വളുപ്പിലേക്ക് പോയി. പിന്നെ അത് വളുപ്പിരി തുടങ്ങി. അത് 50 പൈസയും മാറി. 50 പൈസയും മാറിയിട്ട് അത് പോയിട്ട് പിന്നെ പറയാൻ പാടുക ഗുരുജി? പറഞ്ഞോളൂ, ദൈവത്തിന്റെ കളികളല്ലേ. അങ്ങനെ പോയിട്ട് എന്താ ഒരു കർളകം നിന്നായിരുന്നു പറമ്പില്. ഏതാണ് കർളകം? കർളകത്തിന്റെ ചോട്ടില് പുറ്റുണ്ട്. ഈ പൈസ പോയി പിന്നെ അവിടെ വീഴേ. അപ്പൊ ഇതെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് ചോദിക്കാനും ഇതിനൊക്കെ നല്ല ഒരു സാമർഥ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പൊ ഇതെന്താ ഇവിടെ ഇങ്ങനെ ചോദിച്ചു. എന്റെ അമ്മേനെ പറഞ്ഞു ഇവിടെ നിധി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തമാശ പോലെ ഞാൻ പറഞ്ഞു നിധി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ തമാശ പോലെ നിധി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ അത് കാര്യമായിട്ട് കണ്ടു.
അപ്പൊ അമ്മ പറഞ്ഞു എന്നാ നമുക്ക് എടുക്കാൻ, എന്ത് ചെയ്യാൻ എടുക്കാൻ. പിന്നെ സദാസമയം അമ്മ എന്നോട് ഇങ്ങനെ ചോദിക്കും, അയ്യോ അത് കിട്ടിയ എങ്ങനെയാ, അത് കിട്ടുക, അപ്പൊ നമ്മുടെ ദുരിതം തീരുക, അത് എങ്ങനെ കിട്ടുക. അപ്പൊ ഞാൻ എല്ലാം തമാശ പോലെ കണ്ടിട്ടുള്ളൂ. അന്ന് ഇന്നും പൈസയുടെ കാര്യത്തിലൊന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പൊ ആ തമാശ രൂപത്തില് കണ്ടിട്ട് പറഞ്ഞു അത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ചോദ്യം അത് എങ്ങനെ കിട്ടുന്ന. അപ്പൊ പെട്ടെന്ന് മനസ്സിൽ വന്നു ഒരു പൊടി കിട്ടും. സൗണ്ട് കുറഞ്ഞു, പൊടി സൗണ്ട് കുറഞ്ഞു, സൗണ്ട് കുറഞ്ഞു, സൗണ്ട് പോയി. ആ ഇപ്പൊ ശരി. ഒരു റേഞ്ചില്ല ഒന്ന്. ഒരു പൊടി കിട്ടും. ആ പൊടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കടക്കിലിട്ടാ മതി എന്ന് പറഞ്ഞു, ഈ കൊറലകത്തിന്റെ. എന്നിട്ട് ഞാൻ പിന്നെ മാമന്റെ വീട്ടിലേക്ക് പോയ സമയത്താണ് അമ്മയ്ക്ക് പറമ്പെന്ന് ഒരു പൊടി കിട്ടി. പൊടി കിട്ടിയപ്പോ അമ്മ ഇപ്പൊ കേക്കാണ്ട തിരിച്ച് അപ്പൊ പൊടി കിട്ടിയ അമ്മയ്ക്ക് കിട്ടിയപ്പോ അമ്മയ്ക്ക് ഇതൊന്നും ഓർമ്മയില്ല പെട്ടെന്നേ. അമ്മ അത് അഴിച്ചിട്ട് കഴുകിന്റെ കടക്കിലിട്ടത് എന്ത് പൊടിയണാവോ, ആര് കൊണ്ടുവന്നിട്ടതാന്നൊക്കെ ചിന്തിച്ചിട്ട് കഴുകിന്റെ കടക്കിലിട്ടു. ഞാൻ എന്നിട്ട് മാമന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അമ്മയ്ക്ക് ഓർമ്മ വന്നു. അമ്മ പറഞ്ഞു മോളെ എങ്ങനെ ഒരു പൊടി കിട്ടിയത് കഴുകിന്റെ കടക്കിൽ ഇട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നന്നായുള്ളോ, ഇനി സമാധാനം ആയിക്കോളെ, ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി അത് കിട്ടും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അങ്ങോട്ട് കരഞ്ഞു. അമ്മയുടെ ഇതൊന്നും തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ നന്നായിട്ട് കരഞ്ഞു. കരഞ്ഞ ഭയങ്കര സങ്കടാ. കരഞ്ഞ ഉടനെ പറഞ്ഞു വിഷമിക്കണ്ട, ഇതകത്തേക്ക് വരും പറഞ്ഞു. അകത്തേക്ക് വരും പറഞ്ഞു. അകത്തേക്ക് വരും പറഞ്ഞപ്പോ അമ്മയ്ക്ക് സമാധാനായി. അപ്പൊ സമാധാനായി. അമ്മ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞ് എന്ത് ചെയ്യാ ചോദിച്ചു. അപ്പൊ അധികം വയസ്സൊന്നും ഇല്ലാട്ടാ, പ്രായം അധികമില്ല. അപ്പൊ ചെയ്യാൻ ചോദിച്ചപ്പോ പറഞ്ഞു അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് നാള് കഴിഞ്ഞപ്പോ അകം കുളിക്കാൻ പറഞ്ഞു. തൊട്ട് വീടാ, പക്ഷെ അവർക്ക് അതിനൊക്കെ അന്ന് പറയുമ്പോ ഒരു മടിയില്ലാണ്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു അവർക്ക്. അടുത്ത വീട്ടുകാരൊക്കെ വന്ന് സഹായിച്ചോ? ഇല്ല, തൊട്ട് വീടാണ്. അവർക്ക് കണ്ട എന്താ ചിന്തിക്കാന്ന് പോലും ഇല്ല, ഓർമ്മയില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് ഉറപ്പാണേ. അപ്പൊ അങ്ങനെ എന്നിട്ട് അവിടെ കുളിച്ച് വരുമ്പോ കൊറേ കഴിയുമ്പോ അടയാളം കണ്ട. അപ്പൊ കുളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു എന്തെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിർത്തണം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചെയ്യരുതെന്ന്. ഒരുപാട് കുളിച്ചു നോക്കിയപ്പോ ഒരു പാമ്പും കുട്ടി ചാടി. അപ്പൊ അവിടെ നിർത്തി. അപ്പൊ പറഞ്ഞു ഇനി എന്താ ചെയ്യാ ചോദിച്ചു. ഒന്നും ചെയ്യാനില്ല, മൂടി വെച്ചിട്ട് പാലും പഴം വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പാലും പഴം വെച്ചു. പിന്നെ അവിടുന്ന് ഒരുപാട് ധനായി വീട്ടില്. ഒരുപാട് ധനം വന്നു പിന്നെ വീട്ടില്. മൂത്താങ്ങളെ ഗൾഫിൽ പോയി. പിന്നെ അവിടെയൊക്കെ നല്ല ജോലി കിട്ടി, നല്ല പൈസയായി. പിന്നെ പൈസ നേരിട്ട് വരികയല്ല, ഇങ്ങനെ വന്നു. എല്ലാവർക്കും നല്ല സ്ഥിതിയിലായി. ജോലിയില് എല്ലാവർക്കും ജോലിയില് പൈസ വന്നു. ഞാനാണെങ്കിൽ ആ സമയത്ത് പിന്നെ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ ഇവിടെ വന്ന് നോക്കുമ്പോ ഇന്നെ അങ്ങനെ അവര് എന്നെ ഓരോന്നൊക്കെ ചെയ്തു. അറിയില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ നന്നായി അങ്ങനെ അധികം സംസാരിക്കില്ല, ഇങ്ങനത്തെ കാര്യം മാത്രമേ പറയാറുള്ളൂ. എനിക്ക് എന്തോ സ്നേഹം എല്ലാവർക്കും കൂടിയപ്പോ, അമ്മയുടെ മോനാണ്, സ്നേഹം കൂടിയപ്പോ ഇവർക്ക് ശത്രുതയായി എന്നോട്. ഇവരെന്തൊക്കെയോ ചെയ്തു. ഞാൻ ബ്ലഡ് ഛർദ്ദിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നമായിക്ക്. എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുമ്പോഴേട്ടും ഗൾഫിൽ പോയിരിക്കണം ആ സമയത്ത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഭാവം അങ്ങോട്ട് മാറി. ഭാവം മാറിയിട്ട് ഞാൻ പറഞ്ഞു ഇവരാണ് എന്നെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല. അവര് പറഞ്ഞു ഞാൻ എന്തിനു ചെയ്യണം, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാക്കിയപ്പോ അതെ, അങ്ങനെ പ്രശ്നമായപ്പോ അപ്പോഴേക്ക് വേറെ നാട്ടിൽ വന്നു. അപ്പൊ പറഞ്ഞു ഇതിലെന്തെങ്കിലും സത്യം, കുറെ അതിന്റെ ഇടയിൽ ഉണ്ട് കേട്ടോ, ഞാൻ ചുരുക്കി പറയാട്ടാ, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു
എനിക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അതിലിടയ്ക്ക് ഒരുപാട് സംഭവം ഉണ്ടായി. അങ്ങനെ എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാരെ വിളിച്ച് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൂടിയിട്ട് അവിടേക്ക് പോയി, ഈ ചെയ്ത സ്ഥലത്തേക്ക്. ചെയ്ത സ്ഥലം ആരാണ് കാണിച്ചു കൊടുത്തത്? ഞാൻ തന്നെ. എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും അറിയില്ലായിരുന്നില്ല അന്ന്. ഉള്ളിന്ന് ഇങ്ങനെ വന്നോ? അല്ലേ, ഉള്ളിന്ന് വന്നു. ഇന്ന സ്ഥലത്ത് നിന്നാണ് അവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതായത് ആ ചെയ്ത ആളുണ്ടല്ലോ, ചെയ്ത ആളുടെ കഴിവ് ശരിക്കും ശരീരത്തിലെ വന്നു. അങ്ങനെ എന്റെ എന്നിട്ട് അയാള് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു. ഞാനാണ് ചെയ്തത്, ഇന്ന ആള് പറഞ്ഞാണ് ചെയ്തത്. അപ്പോ ഈ ശരീരത്തിൽ വന്നപ്പോ ഇവിടെ ഭഗവാന്റെ ശക്തി എന്നെ പിടിച്ച് എന്റെ കരി പിടിച്ചു കെട്ടി. എന്നെ ബന്ധനസ്ഥാക്കി അല്ലേ? ആക്കി. അതുകൊണ്ട് ഭഗവാൻ ഉള്ളിലുള്ളതുകൊണ്ട് ആയതുകൊണ്ട് എന്നെ പോവാൻ പറ്റാതെയാക്കി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടി അവിടെ വന്നാലേ എനിക്ക് മോചനം കിട്ടുള്ളൂ, എന്നെ രക്ഷിക്കണം എന്ന്. ആ രീതിയിൽ സംസാരിച്ചപ്പോ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ പറയുമ്പോഴും എനിക്ക് ഓർമ്മയൊന്നും പോണില്ല, കൃത്യമായിട്ട് ഓർമ്മ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വെയിൽ ഉദിച്ചാലും നീല കളറാ മൊത്തം മുന്നില്. ഒരു ആകാശത്തിന് നീല കളർ തന്നെ മണ്ണ് താഴെ ഉള്ളില് നമുക്ക് തോന്നുന്നു. എനിക്ക് തോന്നുക വെയിലും അറിയില്ല, മഴ ഒന്നും അറിയില്ല. ആ സമയത്ത് ഓർമ്മ പോവില്ല. ഇതൊക്കെ ഓർമ്മ ഉണ്ട്, ഞാൻ കാണിക്കണതും ചെയ്യണതും. പിന്നെ എന്താ പറയാ, അങ്ങനെ അവര് വരയ്ക്കൂലേ, കളം വരയ്ക്കും, അതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ പണിക്കുന്നവർ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഇത് ശരീരത്തിൽ വന്നാൽ മാത്രട്ടാ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടില്ല. ഈ ശക്തി വന്ന് അവരുടെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി അത് ഇവര് ചോദിക്കുമ്പോ അവരെല്ലാരും കൂട്ടായിട്ട് ചോദിക്കും. അങ്ങനെ കുറച്ചു നാൾ അങ്ങനെ നിന്നു. പിന്നെ എനിക്ക് നാഗം വരല് തുടങ്ങി. അല്ല, അപ്പൊ എന്നിട്ട് അവിടെ ക്ഷേത്രത്തിൽ പോയോ? അവിടെ പോയി, അവിടെ കണ്ടു. കണ്ടിട്ട് ആള് പറഞ്ഞു കുട്ടീനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. വേറൊന്നും പിന്നെ ചോദിച്ചില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ആള്. ഞാൻ ഉമ്മർ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ചെല്ലുമ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു. പക്ഷെ എനിക്കിപ്പോഴും ഇതിങ്ങനെ തുറന്ന് പറയുന്നതിൽ വേദന ഉണ്ട്. അവരിന്നും ഞാൻ നല്ല സ്നേഹത്തിലാണ് അവരോട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വൈരാഗ്യം കൊണ്ട് അവരോട് വന്നില്ല എന്ന് പറയുന്നത് എന്താ വെച്ചിങ്ങനെ, എന്റെ ഉള്ളിൽ എന്താണ്, ആരാണ്, എങ്ങനെയാണ് എന്റെ ജീവിതം എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം മാത്രമാണ് അവര്. ആ സമയത്ത് അവർക്ക് തോന്നിപ്പോയത് അങ്ങനെയാണല്ലോ, മനസ്സിലായത്. അപ്പൊ അതിന് അവരോട് നന്ദി പറയല്ലേ വേണ്ടത്. അപ്പൊ എനിക്ക് അവരോട് വൈരാഗ്യം ഒന്നും തോന്നിയില്ല. പിന്നീട് തീരെ വൈരാഗ്യം തോന്നിയില്ല. പക്ഷെ അവർക്ക് എന്നോട് വൈരാഗ്യം തോന്നി. കാരണം ഇത് കണ്ടുപിടിച്ചു, അപ്പൊ അവർക്ക് നാണക്കേടായില്ലേ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള അനുഭവങ്ങള് ഒരുപാട് ആൾക്കാർ കാണാൻ വരാൻ തുടങ്ങി. ഇതൊക്കെ അറിഞ്ഞല്ലോ. അറിഞ്ഞതിന് ശേഷം കാണാൻ, പിന്നെ സാധാ പോലെ തന്നെ വെറുതെ വന്ന് സംസാരിച്ചു കഴിഞ്ഞ് ശരി നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും. അപ്പൊ മനസ്സിൽ വരും. എത്ര നടക്കാത്ത കാര്യമായാലും അവര് നിരന്തരം വന്നിട്ട് ശല്യം ചെയ്തോണ്ടിരിക്കും. നടത്തി ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോളോ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ അത് പറയുമ്പോഴേക്കും ഇവിടെ നടക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കും. പിന്നെ നടന്നു പറഞ്ഞ പിന്നെ വരിക. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ. പിന്നെ അതേപോലെ നാഗാണ് പ്രധാനം. ആരെങ്കിലും എന്നെ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചാൽ അപ്പൊ വരും നാഗം അവര് മുന്നില്. പിന്നെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ഒരു 2 ആൾക്കാർ വന്നു, ഭാര്യയും ഭർത്താവും കുട്ടികളിട്ടാ. അപ്പൊ അതിലത്തെ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഭർത്താവിനെ. അപ്പൊ അതിന്റെ കാല് വല്ലാതെ നീര് വന്നിരിക്കുക. അപ്പൊ നീര് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ജന്മം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
വടിയൊക്കെ പിടിച്ചിട്ടാണ് ആള് നടക്കണത്. അങ്ങനെ ഒരുപാട് ഡോക്ടറെ അടുത്തും പോയി കുറെ സ്ഥലത്തൊക്കെ പോയിട്ടാണ് അവിടെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാല അപ്പൊ വെച്ചിട്ട് ഓടും എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് അത് ഈ ജന്മം ഉണ്ടാവില്ലാന്ന്. ആര് പറഞ്ഞു? അത് ആ കാലുകൊണ്ട് വയ്യാത്ത ആള്. അയാളിനെ പറഞ്ഞു അല്ലേ? പറഞ്ഞു അത് ഈ ജന്മം ഉണ്ടാവില്ല, ഈ കാലും വെച്ച് ഓടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്, തുള്ളിയിരിക്കുന്നിടത്തൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തുള്ളിയിരിക്കാന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാ. അങ്ങനെയൊന്നും എനിക്ക് പേടിയുണ്ട്, അങ്ങനെ ഞാൻ പോവാറുമില്ല, എനിക്ക് അറിയാറുമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു, തുള്ളിയിരിക്കാന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഭഗവാനെ, ഞാൻ ഇവരുടെ മുന്നിൽ ഇനി നിക്കണില്ല, ഞാൻ അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണത്, ഇവിടെ നിക്കണോ ചോദിച്ചു ഞാൻ. അപ്പൊ എനിക്ക് കേട്ടതൊക്കെ. എന്നിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാം മറന്നു. ഇവര് മുന്നിലുണ്ടോന്നോ ഒന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ചു നേരം തന്നെ അങ്ങനെ നിന്നു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഇവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എന്ന് ചോദിച്ചാൽ പെൺകുട്ടി. അപ്പൊ ഞാന് അവിടെ തന്നെ നിന്നു. അപ്പൊ ഈ കുട്ടി അവളുടെ ഭർത്താവ് തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് കസേരയിലേ. അപ്പൊ ചേട്ടാന്ന് വിളിച്ചിട്ട് അതിനെ തോണ്ടി. അതിനെ വിളിച്ചിട്ട് അത് പിന്നെ ഒരു നിമിഷ നേരം കൊണ്ട് അത് ഓടിയിട്ട് എന്റെ എത്തിക്കാൻ വരുന്നേ. കസേരന്ന് ചാടി ഓടിയത്. അപ്പൊ ചോദിച്ചു ഞാന് ഇപ്പൊ എന്തേ ഓടി ചോദിച്ചു. ഓടില്ല എന്നല്ലേ പറഞ്ഞു, ഇപ്പൊ തന്നെ ഇപ്പൊ എന്തേ ഓടിയെന്ന് ചോദിച്ചു. അപ്പൊ ഭയങ്കര സങ്കടത്തിലത് കൈ കൊണ്ട് തട്ടിട്ട് നോക്കിയപ്പോ ഞാന് പൂജാമുറി ഉണ്ട്, പൂജാമുറിയിൽ അത്ര നേരം ഞങ്ങൾ അവിടെ ഇരുന്നിരുന്നു. എന്നിട്ട് ആ പൂജാമുറിയുടെ അവിടെ നാഗം ഇങ്ങനെ നോക്കുന്നു. ആ നാഗത്തിന് ഇന്നും കണ്ണൊന്നും വായനില്ല, നല്ല ഭംഗിയുടെ പഞ്ഞി പോലത്തെ നാഗം. അപ്പൊ എന്നിട്ട് ഞാന് പറഞ്ഞു, ഞാൻ നോക്കി ഭയങ്കര സന്തോഷമായത്, ശരിക്കും തലയ്ക്ക് മുട്ടുന്നുള്ള പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു തല ഒന്ന് ഉയർത്തി പിടിച്ചാ ഞങ്ങൾക്ക് അകത്തേക്ക് കടക്കാടെന്ന് പറഞ്ഞു. ഇവരോട് പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് കടന്നാൽ മതി. എന്നേക്കാൾ മുന്നേ അവര് അകത്തേക്ക് കടന്നു. അങ്ങനെ നാഗത്തിന്റെ അടുത്തേക്ക് കടന്നോ അവര്? അവര് കടന്നു. നാഗന് തല, ഞാൻ പറഞ്ഞു തല അങ്ങോട്ട് പൊക്കിക്കോളോ പറഞ്ഞു. അപ്പൊ നാഗൻ തല പൊക്കി. അപ്പൊ ഞങ്ങൾ കടന്നു, തല പൊക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നാഗം എവിടേക്ക് പോയി? അപ്രത്യക്ഷമായത് എങ്ങനെ? അത് കുറച്ചു നേരം അവിടെ നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഏട്ടൻ കുട്ടികളുടെ അച്ഛൻ അതിന് ഭയങ്കര പേടിയാണ് കേട്ടോ, അധികം നേരം നിക്കണ്ട, പോയിക്കോളോട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നോക്കി, പിന്നെ കാണാനില്ല. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു 2 ലക്ഷം രൂപ ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു അതിന്. അപ്പൊ എന്ത് ചെയ്യാം ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നന്നായി ഭഗവാനെ വിളിക്കുമോന്ന് പറഞ്ഞു. അപ്പൊ 8 കൊല്ലായി ഞാൻ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ എങ്ങനെ വിളിക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു ന്യായം, 8 കൊല്ലായി ഭഗവാനെ വിളിച്ചിട്ട് ഇതുവരെ നടന്നില്ലേച്ചിങ്ങ പിന്നെ ഇനി എങ്ങനെ വിളിക്കുക, അത് ഭഗവാൻ തന്നെ മറുപടി കൊടുക്കണ്ടേ. ആ കുട്ടി പറഞ്ഞ് തെറ്റില്ലാന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഞാൻ ഭഗവാനോട് ഇങ്ങനെ അപ്പൊ തന്നെ പറഞ്ഞു ഭഗവാനെ ഇതിന് സമാധാനം എനിക്ക് കൊടുക്കാറിയില്ല, അപ്പൊ അതുകൊണ്ട് ഇതിന് മറുപടി ഭഗവാൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ചു നേരം എന്റെ കാറ് മുറ്റത്തിട്ടുണ്ടായിരുന്നു. ആ കാറിന്റെ മുകളിലുണ്ട് നാഗം ഓടി കയറുന്നു. അപ്പൊ ഇത് ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു കാറിന്റെ മുകളിൽ കയറിക്കോളൂ, ഉള്ളിലേക്ക് കിടക്കണ്ട, എനിക്ക് പേടിയാവൂന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ അവരെ കാർ തന്നെ. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ഇത് പറയുന്ന കേട്ടപ്പോ ഇവർക്ക് എന്തോ സംശയം തോന്നി. ഇവരങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോ വണ്ണം കുറഞ്ഞിട്ട് നാഗം ഇങ്ങനെ നിക്ക കാറിന്റെ മുന്നില്. അപ്പൊ ഇവൻ എന്താ ചെയ്ത് 2 കൈയും 2 കൈപ്പത്തി നെഞ്ഞിന്റെ അവിടേക്ക് വെച്ചിട്ട് എന്റെ ഭഗവാനേ എന്നൊരു ഒറ്റ വിളിയാ. അത് വിളിച്ചു. അതിന് പറഞ്ഞു എന്നെ വിളിയെന്ന് പറഞ്ഞു. എങ്ങനെ നീ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അത് തിരിച്ചു അതിന്റെ വീട്ടിൽ പോയപ്പോ അതിന് കൂട്ടുകാരൻ ഒന്നും പറയാതെ തന്നെ 1,75,000 രൂപ ചെക്ക് എഴുതി കൊടുത്തു. ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇരിക്കട്ടെ പൈസ തിരുത്തോന്നില്ല, വിഷമങ്ങൾ തീരട്ടെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു കേട്ടാ. ഒരുപാട് അതേപോലെ ജപ്തിയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ മാത്രം പൈസ കുറച്ച് കൊടുത്തു. ഒരൊറ്റ ആളുണ്ട്, ബാക്കി ആരും കുറഞ്ഞില്ല. ഒരൊറ്റ ആളുടെ മാത്രം.
ഒറ്റ പക്ഷെ ഒറ്റൊന്നല്ല ഈ ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും പ്രായത്തിലടക്കി ഞാൻ ഒരുപാട് അനുഭവം. പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഞാൻ ദുഃഖത്തിലാ. ദുഃഖം എന്ന് പറഞ്ഞാ എന്താ ദുഃഖത്തിന്റെ കാരണം? ദുഃഖത്തിന് കാരണം ഇങ്ങനെ ഇതായപ്പോ ഒരുപാട് ശത്രുക്കൾ വന്നു. ഒരാള് വന്നിട്ട് അവരെ കാര്യം നടക്കുമ്പോ ഇവര് വിചാരം എന്താ ഇവിടെ നടക്കുന്നത് വേറെയാന്നാ. അപ്പോ അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഒരാളെ വീട്ടിൽ നിന്ന് വന്നുള്ളെങ്കിലും മറ്റുള്ള കേൾക്കണില്ല, എന്തോ പോയി സൗണ്ട് പോയി. റേഞ്ചിൽ തന്നെ നിൽക്കും. ഹലോ, അല്ല റേഞ്ചിൽ തന്നെ നിൽക്കും, റേഞ്ചിൽ നിന്ന് പോണ്ട. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്താ അവിടുന്ന് മാറിയോ? അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയോ? അവിടെ കേൾക്കണില്ല പറഞ്ഞപ്പോ ഒന്ന് മാറി. ഇപ്പൊ കേൾക്കുന്നുണ്ട്. അവിടെ തന്നെ. അപ്പം പറഞ്ഞേ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാള് വരുമ്പോ അവരവരെ വീട്ടിലെ ആൾക്കാർ കുറ്റം പറയല്ലോ. അപ്പൊ ഒരിക്കലും ഞാൻ സമ്മതിക്കാറില്ല. കുറ്റം നിങ്ങളുടെ കയ്യിലാണ്, അവരുടെ കയ്യിലല്ല. അവര് വന്നില്ല കുറ്റം പറയാൻ പാടില്ല പറയും. അങ്ങനെ അത്രയും കൃത്യനിഷ്ഠയോട് കൂടിയിട്ടാണ് എല്ലാവരുടെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് പോലും ശത്രുക്കൾ വന്നു. ശത്രുക്കൾ വന്നിട്ട് എന്താ വെച്ചാൽ ഒരാൾക്ക് ഒരു 10 വർഷമായിട്ട് അയാൾക്കൊരു ഊമക്കത്ത് വരിക. ഊമക്കത്ത് വന്നിട്ട് കുടുംബങ്ങൾ മുഴുവൻ നയിച്ചു തുടങ്ങി. ഈ ഊമക്കത്ത് എവിടെ നിന്ന് അയക്കുന്നെന്ന് അറിയണില്ല. എന്താ ഊമക്കത്തില് വരുന്നത്? ഊമക്കത്തില് വരുന്നത് ഇയാളെ പറ്റിയിട്ടുള്ള അപവാദങ്ങള്. എന്നിട്ട് അത് വേറെ വീട്ടിൽ വരുമ്പോ ആ വീടുകളൊക്കെ നശിക്കുക, കഴിക്കാൻ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. എന്നിട്ട് ഇയാള് കുറെ കൂടുതൽ കഴിച്ചത് കൂടുതൽ നശിപ്പിച്ചു എന്നാ പറഞ്ഞത് ആൾക്കാർ വന്നിട്ട്, എതിരാളികൾ വന്നിട്ട്. അപ്പൊ എന്നിട്ട് അവിടെ വന്നു, നമ്മുടെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു ഭയങ്കര വിശ്വാസിയാണ്, ഭഗവാന്റെ വിശ്വാസമുള്ള ആളാ. ഞാൻ പറഞ്ഞു നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചോളോ, നിങ്ങൾ ഈ സത്യം ഉണ്ടെങ്കിൽ 21 ദിവസത്തിന്റെ ഉള്ളിൽ ഇയാളെ അറിയാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഇയാളെ അറിഞ്ഞാൽ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ഉപദ്രവം നമുക്കുള്ളതല്ല. ആളെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനായിട്ട് നമ്മളെ ആരെന്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അതിന് കാരണമുണ്ട്. വെറുതെ ആരും ചോദിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആള് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ 21 ദിവസത്തിലെ ആളെ അറിയാന്ന് പറഞ്ഞു. കറക്റ്റ് 21 ദിവസം ആകുമ്പോഴേക്കും ഹോമക്കത്ത് എഴുതുന്ന ആളെ തിരിച്ചറിഞ്ഞു. അതിന്റെ വിരല് മുറിഞ്ഞു കുട്ടിയുടെ. പിന്നെ എഴുതാൻ പറ്റിയില്ലേ. അപ്പൊ കയ്യക്ഷം വേറെ അന്വേഷിച്ചപ്പോ അവർക്ക് പിടുത്തം കിട്ടി. പിന്നെ നമ്മളോട് വിവരം പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. ആള് വേറെ ആൾക്കാരെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിച്ചിട്ട് പിന്നെ അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അപ്പൊ നമുക്ക് ശത്രുയില്ലേ അവര്. അങ്ങനെ അവരിട്ട് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങള് അനവധി സ്ഥലത്ത് കോഴ്സ് ചെയ്തിട്ടുള്ളവരാണ്, ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ പാറയമ അമ്പ് തറയ്ക്കണ പോലെ ഒക്കെ തിരിച്ചു വരികയാണ്, അങ്ങോട്ട് ഏൽക്കണില്ല. അത് ഇവിടെ നിന്നാണെന്ന് മനസ്സിലായി തുടർന്ന്. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ നോക്കിയപ്പോൾ മനസ്സിലായി അത്രയും ശക്തി ഇവിടെ നിന്നാണ് പോണത് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ കുട്ടികളെ ഉപദ്രവിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ കുറെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിച്ചോളോ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തു നിങ്ങൾക്ക് ബോധ്യം വന്നാ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചോളോ, കുട്ടികളെ ഏട്ടനെയും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ. അവരിതിലൊന്നിലും ഇല്ല, അവര് നിരപരാധികളാണ്. ഒരാളിവിടെ വന്നു, ഒരു ദൈവത്തിന് പ്രാർത്ഥിച്ച അയാളെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ആളെ കാര്യം ശരിയായി. നിങ്ങൾ തെറ്റില്ലെങ്കിൽ നിങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ട് അവര് വന്നു. പിന്നെ അവസാനം അവര് തെറ്റി പറഞ്ഞു പോയിട്ടാണ് വന്നു, ഒരു തെറ്റി പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ വന്നപ്പോ എനിക്കും സത്യത്തിൽ പേടി. ഞാൻ കാരണം ഇനി അങ്ങനെ എനിക്ക് ഒരു ഭയം വന്നു.
പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം വന്നു. കാരണം ഒരു കുട്ടിക്ക് വീട് വേണം എന്ന് പറഞ്ഞു. വീടില്ല, അപ്പൊ വീടുണ്ടാവണം എന്ന് പറഞ്ഞു. വീടുണ്ടാവണം എന്ന് പറഞ്ഞപ്പോ നന്നായി പ്രാർത്ഥിച്ചോളൂ, വീടായിക്കോളും പറഞ്ഞു. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അത് അതിന്റെ അമ്മായിമ്മയുടെ വഴക്കൂടിയിട്ട് അത് വീട്ടിലേക്ക് പിണങ്ങി പോവുക. പിണങ്ങി പോവാണ് സമയത്ത് അത് എനിക്ക് വിളിച്ചു, ചേച്ചി ഞാൻ പോവാണ്, ഞാൻ ഇവിടെ വഴക്കൂടി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോക്ക് വീട് വേണ്ടേ ചേച്ചി? വീട് വേണം എന്ന് പറഞ്ഞു. വീട് വേണമെങ്കിൽ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. എനിക്ക് നിൽക്കാൻ പറ്റിയ എത്ര സമയം വഴക്കൂടിയതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോര് കാര്യം ചെയ്യേ, ആ വഴക്കൂടിയുടെ ഭർത്താവിന്റെ അമ്മയാണല്ലോ, മോളെ അതിന്റെ കാക്കരുന്ന് പോയി നമസ്കരിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചേച്ചി ഞാൻ വഴക്കൂടിയതാണ് അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, വീട് വേണോ ചോദിച്ചു. അപ്പൊ വീട് വേണം എന്ന് പറഞ്ഞു. നമ്മുടെ കാക്കിൽ നമസ്കരിച്ചെന്ന് പറഞ്ഞു. എന്തോ അറിയില്ല, പറഞ്ഞത് അതനുസരിച്ച് അമ്മ കെട്ടി പിടിച്ചങ്ങോട്ട് കരഞ്ഞു. മോളെ എന്നിലും വന്നിട്ടുണ്ട് തെറ്റ്. അപ്പൊ മോള് എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു 1 മാസം 2 മാസം ആകുമ്പോഴേക്കും അവർക്ക് വീടായി. അപ്പൊ അങ്ങനെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യാനും പറ്റുമ്പോ ഈ ദുഷിച്ച മനസ്സുള്ളവർ വന്നപ്പോ എനിക്ക് കുറെ ദോഷങ്ങൾ വരികയല്ലേ. അങ്ങനെ വിഷമായപ്പോ ഞാൻ ഏട്ടനൊക്കെ പറഞ്ഞു ഇനി പറയണ്ടെന്ന് പറഞ്ഞു. ഇനി ആരുടെ കാര്യമൊന്നും പറയണ്ട, ആരും വരണ്ടെന്ന് പറഞ്ഞു. വരണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വന്നില്ലെങ്കിൽ ജീവിതമില്ല പറഞ്ഞു. ഭൂമിയിലുണ്ടാവില്ല പറഞ്ഞു. ഞാൻ തന്നെ പറയുന്നത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോ അതത്ര കാര്യമൊക്കെ എടുത്തില്ല. അപ്പൊ സ്വപ്നത്തില് നാഗം വന്നിട്ട് പറഞ്ഞു കടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് തെറ്റും ചെയ്തിട്ടില്ല, എന്നെ എന്തിനാ കടിക്കുന്നതെന്ന് ചോദിച്ചു. എന്തായാലും കടിക്കും, സംസാരിക്കുന്നില്ലല്ലോ, അപ്പൊ ഇനി ഭൂമിയിൽ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നേരെ വിളിച്ചപ്പോ എല്ലാവരോടും ഇത് പറഞ്ഞു. അപ്പൊ നീ കുറെ ഇങ്ങനെ ചോദിച്ചു എന്നെ കടിക്കരുത് കടിക്കരുത്, ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കടിക്കും ഉറപ്പാണ്, പക്ഷെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ്. അങ്ങനെ എന്നിട്ട് നേരെ വിളിച്ചപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്നെ കടിക്കും പാമ്പൂരി. എല്ലാവരും നോക്കിയിരിപ്പായി, എല്ലാവർക്കും പേടിയായി. എന്നിട്ട് പിന്നെ ഞാൻ 11 മണിയാകുമ്പോഴേക്കും അതൊക്കെ മറന്നു. എന്നാ വീട്ടില് പണിക്ക് താത്തവനുണ്ടായിരുന്നു, അത് മറന്നില്ല, അത് അവിടെ ഇരുന്നു. കറക്റ്റ് 7 മണിയാകുമ്പോ കുട്ടികളുടെ അച്ഛൻ പണി മാറ്റി വരിക. അപ്പൊ ഞാന് ഗേറ്റിന്റെ അവിടേക്കാണ് ചെന്നു. ചെന്നിട്ട് ചെല്ലുമ്പോ ഒരാളുണ്ട് ടോർച്ചിന്റെ കൈ പിടിച്ചു. ഇന്നും വളരെ വലിയൊരു സത്യമായിട്ട് നിൽക്കുന്നത്. ടോർച്ച് കൈ പിടിച്ച്, നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല, ടോർച്ച് കൈ പിടിച്ചിട്ട് ഒപ്പം വരില്ലേ. അപ്പൊ ഞാനത് ആളേനെ അച്ഛന്റെ അനിയനുണ്ട്, അങ്ങനെ അച്ഛന്റെ അനിയനാ ശരിക്കും അങ്ങനെ തോന്നിയത്. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടിച്ചൻ ഏത് ബസ്സിനാന്ന് ചോദിച്ചു. 7:05 പറയലും എന്നെ കടിച്ചു. നാഗം കടിച്ചു. ഇയാളുള്ളപ്പോ തന്നെ ഇയാളെ കാണുന്നുണ്ടോ? ഹലോ, കണ്ടത് അപ്പൊ കണ്ടിട്ടില്ല. അല്ല, ഈ ആള് വരുന്നത് കണ്ടു. ആളും കുട്ടികളുടെ അച്ഛനും കൂടിയിട്ട് വീടിന്റെ അവിടുന്ന് വരിക, രണ്ടാളും കൂടിയിട്ട്. അപ്പൊ വരുമ്പോ ഞാൻ അവരുടെ മുന്നിലേക്ക് വീട്ടിന്റെ മുറ്റത്തുനിന്ന് അവരെ മുന്നിലേക്കാണ് ചെല്ലണ. ആ സമയത്തും പഠിക്കിലേക്ക് ചെന്നിട്ട് ഞാൻ ചോദിക്കണ എത്ര സമയന്ന്. അപ്പൊ ആള് പറയണേ 7:05 ബസ്സിനാണ് വരുന്നേന്ന് പറഞ്ഞു. ആ പറയലും ആ സമയത്ത് എന്നെ കടിക്കും ചെയ്തു. കടിച്ചു. അതിന് കാല് കുറഞ്ഞപ്പോ ഭയങ്കര സൗണ്ട് അതിന് വേദന ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ തവള കടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ടോർച്ച് അടിച്ചു തന്നത് ആളാ. നോക്കുമ്പോ വട്ടക്കൂറ. അങ്ങനെ എന്നിട്ട് അതിന് ഇതൊക്കെ പോയിട്ട് ഒന്നും പറ്റിയില്ല, ഒന്നും ഉണ്ടായില്ല, വിഷമൊന്നുമില്ല പറഞ്ഞു. ഡോക്ടറെ കൊണ്ടുപോയോ? ഡോക്ടറെല്ലാം നമ്മൾക്ക് ഈ വൈദ്യുരല്ല അന്ന്. ഇപ്പോഴത് അങ്ങനെ ഒരു വൈദ്യുരുണ്ട് ഇതിനൊക്കെ വിഷത്തിന്. നല്ല വയസ്സായിട്ട് ഇപ്പൊ നോക്കുന്നില്ല. അപ്പൊ ചെന്നപ്പോ കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. നല്ല കടി കടിച്ചു, നല്ല വേദനിച്ചിരിക്കും. അപ്പൊ ഈ 7:05 വന്ന ആളെന്ന് പറഞ്ഞ ആള് ടോർച്ച് എടുത്തിട്ട് റോട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് കാണിച്ചുള്ളൂ. ആൾക്കാർ ജനങ്ങൾ കുറെ കൂടി കുടികളൊക്കെ നിലവിളിച്ചപ്പോഴേ ഈ ആള് മാത്രം വീണ്ടും ഉള്ളിലേക്ക് കയറിയില്ല. ഒരാളും ആളെ കണ്ടിട്ടില്ല. ഹസ്ബൻഡും കണ്ടിട്ടില്ല. ഹസ്ബൻഡും കണ്ടില്ല. കുട്ടി ശരിക്കും വേറെ ആരും കണ്ടിട്ടില്ല. കുട്ടികളുടെ അച്ഛല്ലേ ഏട്ടൻ, അത് കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടു. അല്ല, അവര് രണ്ടാളും കൂടിയല്ലേ വന്നത്?
അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടിച്ചൻ എന്ന് പറഞ്ഞ ആള് എന്നോട് ചോദിക്കുകയാണ്, എന്താ പറ്റിയെന്ന് എന്നോട്, എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുട്ടി വീട്ടിൽ കയറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ഞാനല്ലാട്ടാ, ഞാൻ അന്ന് 9:20 വന്നതെന്ന്. ഞാനല്ല വന്നത് എന്ന്. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടന് കൂടെ ആരാണെന്നു ചോദിച്ചപ്പോ പറഞ്ഞു കുട്ടിച്ചൻ തന്നെയെന്ന്. അപ്പൊ എവിടെ വെച്ചിട്ട് കണ്ടു ചോദിച്ചു. വെറുതെ സ്റ്റോപ്പിന്റെ അവിടെ നിന്നാണ് എന്റെ കൂടെ വന്നിട്ടുള്ളത്, അത് കുട്ടിച്ചൻ തന്നെയാണ്. കുട്ടിച്ചൻ പറയാൻ ഞാൻ 9:20 വന്നതെന്ന്. വരുന്ന സമയത്ത് ഇവര് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇവര് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. അധികം പറഞ്ഞിട്ടില്ല, 1-2 വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടിച്ചൻ തന്നെയാന്ന് ആള് പറയുന്നത്. ആള് ഉറപ്പ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടിച്ചൻ തന്നെ, ഇനി കുട്ടിച്ചൻ തന്നെയാണെന്ന് കുട്ടിനോട് പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് അത്ര സത്യത്തിൽ സംസാരിക്കുന്ന ആള്. ആ റോട്ടിൽ നിൽക്കുന്ന ആളെ നാട്ടുകാർ ആരും കണ്ടതുമില്ല അല്ലേ? ആരും കണ്ടിട്ടില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിന്റെ മുന്നിലാണേ. ഞങ്ങള് ഒരു പ്രാവശ്യം ഭഗവാന്റെ ദർശനം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് പറയാൻ പറ്റുമോ? ആ ഒരു അനുഭവം പറയാൻ പറ്റുമോ? ആ ഒരു അനുഭവം എന്താന്ന് വെച്ചിങ്ങനെ, എനിക്ക് വടക്കേ വശത്ത് വീട് നിൽക്കുന്നതിന്റെ വടക്ക് വശമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ എന്താ പറയാ കിഴക്കേ വശം, കിഴക്കേ ഭാഗം. സുബ്രഹ്മണ്യസ്വാമിയുടെ കിഴക്കേ വശമാണ് നമ്മുടെ വീടിന്റെ വടക്കേ വശം. അവിടെ വിളക്കെത്തുന്ന നമ്മൾ മുറ്റത്തുനിന്ന് കാണാം. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ മനസ്സിലൊരു രൂപം ഇങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയുടെ വരും. ആ വരുന്ന രൂപം അപ്പൊ വന്നിരുന്നത് പ്രായത്തിലാ, നല്ല പ്രായമുള്ള രൂപം വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞേ, ഭഗവാനെ ഏത് രൂപത്തിലാ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ പാല് കൊടുക്കും, ഞാൻ ഭൂമിയിൽ പാലൊഴിക്കും. എനിക്ക് പാല് കിട്ടിയ ഭൂമിയിൽ ഒഴിക്കണം. അപ്പൊ ഞാൻ പാല് കൊണ്ടുപോയി ഒഴിക്കും. അപ്പൊ ഒരു ദിവസം പാല് ഒഴിക്കും, പിന്നെ പഴമൊക്കെ കുറച്ചൊഴിക്കും. കുറച്ചല്ല, 4 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ ഒഴിക്കും ഞാൻ പഴം. അപ്പൊ ഈ വരുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് അങ്ങനെ തോന്നുകയാണ് അല്ലേ, ഒഴിക്കണം തോന്നുകയാണ്. അതെ അതെ, ഭയങ്കര സന്തോഷാ. അപ്പൊ ഞാൻ എന്നിട്ട് ഭഗവാൻ അന്ന് ഇളനീര് വെക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ രക്ഷസ് ഭഗവാന്റെ സാന്നിധ്യന്റെ അവിടെ. അപ്പൊ ഞാൻ ഭഗവാൻ ഇളനീര് വെച്ചിട്ടില്ല, രക്ഷസ് ഭഗവാനും ഒന്നും വെക്കാൻ പറ്റിയില്ല, പാലും പഴമൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്ത് ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിറച്ച ആൾക്കാരുണ്ട് വന്നത്, കുറെ ആൾക്കാർ വന്നിരുന്നു കാണാനേ. അവരാണിത് കൊണ്ടുവരുന്നതൊക്കെ. പാലൊക്കെ കൊണ്ടുവരുന്നതോ? പാല് അവര് കൊണ്ടുവരും, ഞാൻ വാങ്ങിക്കും, ഞാനും വാങ്ങിക്കും. ആൾക്കാർ പാല് ഇവിടെ അഭിഷേകം ചെയ്യാനായിട്ട് കൊണ്ടുവരികയാണ് അല്ലേ? അഭിഷേകമല്ല, പാല് അവര് കൊണ്ടുവരിക നമുക്ക്. അത് കൊണ്ടുവരുമ്പോ ഞാൻ ചെയ്യണതാണ് ഇങ്ങനെ. വീട്ടിലേക്ക് ഉപയോഗത്തിന് കൊണ്ടുവരുന്ന പാലാണ് അല്ലേ? അപ്പൊ ഞാൻ ചെയ്യണതാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു, എന്റെ ഭഗവാനെ എനിക്കൊന്നും മനസ്സിലാവണില്ല, എനിക്ക് പാലും പഴം കൊടുത്തു, ഇനി ഇളനീര് തരാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ ഉറക്കി പറയാ ഞാനേ. ഇവര് എല്ലാവരും ഉണ്ടാവിടെ. ആ നിമിഷ നേരം കൊണ്ട് തെങ്ങിന്റെ മുകളിൽ ഇളനീര് ചെത്തിയിട്ട് താഴ്ത്തു വീണു. മുഖം ചെത്തി താഴ്ത്തു വന്നിരിക്കുമ്പോ മുഖം ചെത്തിയിട്ട്. അത്ഭുതമാണല്ലോ. ആ അത്ഭുതങ്ങൾ മുഴുവൻ ഇതൊന്നുമല്ല, ഒരുപാട് എനിക്ക് പറഞ്ഞ തീരാത്ത അത്ഭുതങ്ങളാണ്. സന്തോഷം ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് ഇതൊക്കെ ആയപ്പോ ഈ നാദം കടിച്ചോട് കൂടിയിട്ട് പിന്നെ പേടിയായി, എല്ലാവർക്കും പേടിയായി, ഏട്ടനും പേടിയായി. ഇതെന്താണെന്ന് വെച്ചിട്ട് അപ്പൊ ഒരു സ്വാമിജിയുണ്ട് ഞങ്ങൾ. അപ്പൊ എല്ലാരും പറഞ്ഞു സ്വാമിജിയുടെ അടുത്തൊന്ന് പോയിട്ട് പറയേ, നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ആവുമ്പോ ശത്രുക്കളും വരുന്നുണ്ട്, എന്താണ് ഇത് പരിഹാരം, പറയാതിരിക്കാനും പറ്റില്ല. പറയാണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് നാഗം കടിച്ചത്. അപ്പൊ ഇനി പറയണം. അപ്പൊ ഏട്ടൻ നിലവിളിച്ചത് അതന്നെയാ, ദൈവത്തിന്റെ കാര്യല്ലേ, എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണേ പറഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല, ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാനേ. അങ്ങനെയാണ് അത് മാറിയത്. എന്നിട്ട് പിന്നെ കണ്ടു ഈ സ്വാമിജിയുടെ അടുത്ത് പോയി. സ്വാമിജിന്റെ അതിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടേട്ടാ. പൈസ ശിരസിന്ന് പൈസ വീഴും എന്റെ ശിരസിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു രൂപത്തൊട്ട് വീണു.
ഉം. ഇങ്ങനെ ഭഗവാൻ ഇന്ന് ഭഗവാൻ ഇന്ന് വരണം 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 പറഞ്ഞാലേ ഉം. അപ്പൊ അതിനുള്ള കാര്യം പറയും. ഉം. അപ്പൊ അന്നേ ദിവസം എല്ലാവരും പറയും നമ്മള് ഭഗവാൻ വരുന്ന ദിവസാട്ടാന്ന് പറയും. അന്ന് പറയും ഭഗവാൻ വന്നു അറിയാൻ നമ്മള് വേണ്ടി. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഭഗവാൻ ശരീരത്തിൽ വരുന്നത് അല്ലേ? അല്ല, ഉം. പ്രത്യക്ഷത്തില് വരണം എന്ന് പറയാം ഞാന്. ഓ, ഭഗവാൻ ശരി. എപ്പോഴും ഉണ്ടാവും, ആ, ആ. എപ്പോഴും കൂടെ ഉണ്ടാവും. ഉം, ഉം, ഉം. എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഉം. ഭക്ഷണ പാകം ചെയ്യുകയാണെങ്കിൽ കൂടിയും ഉം. ആളുടെ സാന്നിധ്യം ഉണ്ടാവും. ഉം. അതെങ്ങനെ അറിയാം നമ്മള്? അത് നമ്മൾക്ക് ആ ഒരു ഇത് വരും, അങ്ങനെ തോന്നും നമ്മുടെ ഉള്ളില്. ഓ. ഇപ്പൊ നമ്മളതിൽ എന്തെങ്കിലും കറി വെക്കുമ്പോ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉടനടി പറയാം, അയ്യോ ആ സാധനം അതിന് കുറവാണ് പറയും. ഈ ഭഗവാൻ ഏതാ, കൃഷ്ണ ഭഗവാനാണോ അതോ? ഞാനേ എനിക്ക് അങ്ങനെ മതത്തിലൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഭഗവാൻ എന്ന് പറയുന്നത് അറിയുന്നില്ല, രൂപിയാണോ അതോ? ഇപ്പൊ ഭഗവാൻ അന്തശയനം, ആ, അതാണ് വിഷ്ണു ഭഗവാന്റെ. ആ, ആ. എനിക്ക് അങ്ങനെയൊന്നും അറിഞ്ഞിരുന്നില്ല, അച്ഛനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ആ. പിന്നീട് അന്തശയനം ഭഗവാനാണ് പ്രത്യക്ഷത്തിൽ വന്നത്. ഉം. ആ രൂപമൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടി എനിക്ക്. ഭൂമിയിൽ നിന്ന് കിട്ടിയ? ഭൂമി പിളർന്നിട്ട്. അത് വലിയൊരു കഥ, അത് പിന്നെ അറിയാട്ടാ. പോയപ്പോ സ്വാമിജിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, എനിക്ക് പറയണം. പറയാതിരുന്നപ്പോ ഇങ്ങനെ നാഗം കടിച്ചു, ഇനി ഞാൻ പറയാതിരുന്ന എന്റെ വീട്ടിലേക്ക് ദോഷം വരും. ഞാൻ പറയാതിരുന്ന എന്തെങ്കിലും കുടുംബ ദോഷം വരില്ലോ. അപ്പൊ ദോഷം വരെ എന്ത് ചെയ്യണം ഞാൻ എന്ന് പറഞ്ഞപ്പോ സ്വാമിജി ഇരുത്തവയെന്ന് പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, ഒരിക്കലും ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഒരിക്കലും സംസാരിക്കരുത്, ശത്രുക്കള് കൂടും എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല എങ്ങനെയാന്നല്ല, കണ്ണീരോണ്ട് കണ്ണീരന്ന് എനിക്ക്. ഞാൻ അങ്ങനെ കരയാറില്ല ഞാന്. പക്ഷെ അന്ന് എനിക്ക് കണ്ണിന്ന് കണ്ണീരിങ്ങനെ ഒഴുകി പോവായിരുന്നു. ഞാൻ ദൈവം എന്തെങ്ങനെ പറഞ്ഞു വെച്ചിട്ട് വിഷമിച്ചു പോന്നപ്പോ എന്റെ കൂടെ ഒരു പണിക്കരി കുട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മയും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു പറയാൻ വേണ്ടി പോകുമ്പോട്ടാ. അപ്പൊ ആ കുട്ടി പറഞ്ഞു, സ്വാമിജി ഇത് ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഇയാളെ പറയണ്ട എന്ന് പറയാനുള്ള ആളല്ല, ഞാൻ ജാതകം നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനും കൂടി സന്തോഷം കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോ അതിനെ കളിയാക്കി സ്വാമിജി ആ കുട്ടീനെ. ആ കളിയാക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഒരിക്കലും പറയരുത്, പറഞ്ഞ ശത്രുക്കള് കൂടും. അത് ഏട്ടനോട് പറഞ്ഞു, നീ പറയിപ്പിക്കരുതിട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോന്നു. അതിനുശേഷം പിന്നെ അനുഭവിച്ച ദുരിതത്തിന് കണക്കില്ല ഇന്ന് വരെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ ദുരിതങ്ങളാ. പക്ഷെ ഈ ദുരിതമൊക്കെ അനുഭവിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് വിഷമിക്കണ്ട. അതിനിടയ്ക്ക് ഏട്ടൻ ഇത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഏട്ടൻ മരിച്ചു. കുട്ടികൾ രണ്ടും ഗൾഫിൽ നാട്ടിൽ വന്നു. കുട്ടീനെ ചെറിയ മോനെ കള്ളൻ തട്ടിക്കൊണ്ടുപോയി. കള്ളന്മാരെന്ന് പറയാൻ ഇത് പിള്ളേര് കൂട്ടുകാരന്മാരെ പോലെ അഭിനയിച്ച് വന്നിട്ട് അതിന്റെ കൈച്ചെയിലും മാലയും ഒക്കെ കല്യാണത്തിന് വേണ്ടി ഗൾഫിൽ നിന്ന് വന്നതാ. അങ്ങനെ എന്ത് എത്രത്തോളം നമ്മൾ സന്തോഷത്തോടെ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ഈ ഭൂമിയിൽ ഒന്നല്ലാത്ത രീതിയിലാക്കണ പോലത്തെ അനുഭവം ഞാൻ അനുഭവിച്ചു. ഒരു വിലയില്ലാത്ത പോലെ. ഇപ്പൊ ഒരു വിലയില്ലാത്ത പോലത്തെ അനുഭവത്തിലാണ്. പക്ഷെ എനിക്ക് ഉള്ളില് ഭഗവാൻ നിറഞ്ഞു നിൽക്കുക. ഇപ്പോഴും എനിക്ക് സത്യസന്ധമായിട്ട് പറയണം എന്നുള്ളതില് എനിക്ക് ആ സ്വാമിജി പറഞ്ഞതിന് ശേഷം ഭയം വന്നു പറയാൻ വേണ്ടിട്ട്. നേരെ തിരിച്ച് വരട്ടെ, തിരിച്ചാണ് പറയുക. സ്വാമിജി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതായത് സ്വാമിജി അങ്ങനെ പറഞ്ഞത് ഒരു അത്ഭുതം ഉണ്ടായി ഗുരുജി. സ്വാമിജി പറഞ്ഞത് അവിടുന്ന് കുറച്ച് സ്വാമിജി ശബ്ദം നഷ്ടപ്പെട്ടു. സ്വാമിജിയുടെ ശബ്ദം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടും. അതാ പറഞ്ഞേ, ഞാൻ അതാ പറഞ്ഞു വന്നിരുന്നത് അതാണ്. സ്വാമിജി അങ്ങനെ പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലല്ല. സ്വാമിജി കരച്ചിലോട് കരച്ചിലേ എന്നോടല്ലാട്ടാ, എന്നറിയില്ല.
അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ. ഉം. എന്നെ അറിഞ്ഞിട്ടുമില്ല, പിന്നീട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. സ്വാമിജി ഭയങ്കര കരച്ചില്. അങ്ങനെ ആയിപ്പോ അതറിയാൻ ഉണ്ടായിരുന്നേ സ്വാമിജിയുടെ അവിടെ. അപ്പൊ സ്വാമിജി പറഞ്ഞു, അല്ല ചെറിയ സ്വാമിജിയുടെ സംസാരം ഇതായി ബുദ്ധിമുട്ടായി, സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ പോയിട്ട് നീ അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ധന്വന്തരി ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്റെ സംസാരം തിരിച്ചു കിട്ടിക്കോട്ടെ. എന്നിൽ ഞാൻ ചെന്നിട്ടാണ് ഇങ്ങനെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ മൗനവ്രതം എടുത്തോളാം, സ്വാമിജി സംസാരം കിട്ടട്ടെ. അപ്പൊ സംസാരിക്കില്ല എന്ന് പറഞ്ഞ സ്വാമിജി കുറച്ചു നാളെ സംസാരിച്ചു. ഞാൻ മൗനവ്രതം എടുക്കുമ്പോ 5 ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ദിവസം ആകുമ്പോഴേക്കും അവിടെ വരുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, എടുക്കരുത്, മൗനവ്രതം എടുക്കാൻ സമ്മതിക്കില്ല ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ സ്വാമിജി തെറ്റ് ചെയ്തിട്ടല്ലേ അതായത്, പിന്നെ അതെന്തിനാ ഏറ്റെടുക്കാൻ പോണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റെടുക്കണതല്ല, നമ്മള് സ്വാമിജി ഇങ്ങോട്ട് വന്നതല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് സ്വാമിജി ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തെറ്റ് എന്റെ ഭാഗത്താ. അപ്പൊ അതുകൊണ്ട് എന്തിനു ഞാൻ സ്വാമിജിനെ കുറ്റപ്പെടുത്തണം? ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ സഹിക്കാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പൊ തന്നെ ഭഗവാന്റെ ആശീർവാദം വന്ന് എന്തെന്ന് എടുക്കണ്ട, മൗനവ്രതം തെരഞ്ഞെടുത്താ മതി. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ അത് അയാൾ അറിയണത്രേ, അറിയാണ്ട് നമ്മൾ ചെയ്യരുത് എന്ന്. ഒരാൾക്കൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോ അയാൾ അറിയാണ്ട് നമ്മൾ ചെയ്യുമ്പോ അയാൾക്ക് വേറെയും വലിയ കാര്യം നമുക്ക് ചെയ്തൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം. നല്ല അനുഭവങ്ങളാണ്. അപ്പൊ ഇനി അമ്മ ഒരു കാര്യം ചെയ്യൂ, ഒന്ന് ഒരു പേപ്പറിലേ പറയാനുള്ള കാര്യങ്ങളൊന്ന് കുറിച്ച് വെച്ചാല് ഞാൻ നാളെ വിളിക്കാം. നാളെ വിളിക്കുമ്പോ ബാക്കിയുള്ളതും കൂടി. എന്നാ എന്താ പറയാ, നമുക്ക് ഒരു 2-3 ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് തീരില്ല. ഇല്ല, ഞാനേ ഗുരുജി ഞാനതാ പറഞ്ഞത്, ഞാനും ഗുരുജിയുടെ അവിടേക്ക് വരാം ഒരു ദിവസം. വന്നോളൂ. ഗുരുജിക്ക് സമയം ഉണ്ടാവോ? പിന്നെന്താ, നിങ്ങളെ പോലുള്ള ആൾക്കാരല്ലേ കാണണ്ടത്. അത് എന്റെ ഒരു ഞാൻ അങ്ങോട്ട് വരാം വേണമെങ്കിൽ. അയ്യോ അങ്ങനെ വേണ്ട ഗുരുജി, ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല വേണ്ടേ, ഞാൻ വരാം, എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അല്ല അയ്യോ എനിക്ക് അനുവാദോ ഭഗവാൻ, ഞാൻ കാക്കിൽ നമസ്കരിക്കുകയാണ് ഗുരുജി. അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല. സത്യമായിട്ടും ഇത് വെറുതെ പറയണ്ട. അല്ല, ഈശ്വരന്റെ ചൈതന്യമുള്ള ആളുകള് എന്നെപ്പോലുള്ള ആളുകളുടെ മുന്നിൽ നമസ്കരിക്കരുത്. അത് എനിക്ക് ദോഷം വരും ഗുരുജി. ഇല്ലില്ല ഗുരുജി, ഒന്നും ദോഷം വരില്ല. പക്ഷെ എന്റെ അമ്മ എന്റെ കാട്ടിൽ നമസ്കരിച്ചു, അമ്മയും ഏട്ടന്റെ അമ്മയും. പക്ഷെ ഞാൻ അനുവദിച്ചില്ല. പിന്നെ കുറെ പാദപൂജയ്ക്കൊന്നും ഞാൻ സമ്മതിച്ചില്ല. അതൊന്നും എനിക്ക് വേണ്ട. ഇതേപോലത്തെ, അതായത് ഈ നല്ല മനസ്സുണ്ടല്ലോ, ഗുരുജിയുടെ മനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഗുരുജിയിലൊക്കെ. അപ്പൊ അത് നേരിട്ട് കാണാന്ന് പറയുമ്പോ എന്റെ പുണ്യല്ലേ ഗുരുജി. എന്ത് വേണേലും ഞാൻ തയ്യാറാണ്. അമ്മ അങ്ങോട്ട് വരാം, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. വരണം ഗുരുജി, വരണം. എന്ന് പറ്റിയ വരണം, സന്തോഷത്തോടെ സ്വീകരിക്കാം. ഞാൻ ഒരു വാടക വീട്ടിലാണ്. ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഇതൊരു നിമിത്താണ്. അമ്മ പഴയ ആളാവണം. സ്വാമി പറഞ്ഞത് വിട്ടേക്കൂ, അത് അയാളുടെ കർമ്മഫലം. അയാളത് അനുഭവിക്കാൻ വേണ്ടിയാണ് അത് നാവിലത് വന്നത്. അതല്ല അമ്മ ഈ ഭൂമിയിലേക്ക് അമ്മ വരുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അതിന്റെ ഇങ്ങനെ ഒരു തടസ്സം വരാനുള്ള ഒരു ഇതും അത് പ്രകൃതി ഒരുക്കി തന്നെയാണ്. അപ്പൊ നമ്മൾ തിരിച്ച് പഴയ സംഭവങ്ങളിലേക്ക് എത്തേണ്ടത് അതും നമ്മളുടെ കടമയാണ്. പ്രകൃതി അതിനു വേണ്ടിയാണ് നമ്മളങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഉടനെ തുടങ്ങണം. അപ്പൊ ഞാൻ ഉടനെ വരുന്നുണ്ട് കാണാൻ കേട്ടോ. ശരി ഗുരുജി, എല്ലാം ഒന്ന് കുറിച്ച് വെക്കണേ, എല്ലാം ഒന്ന് ഓർമ്മിച്ചിട്ട് കേട്ടോ. ഉറപ്പായിട്ടും. ഓക്കെ.